ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു വഴിയരികിലൂടെ നടന്നു വരുമ്പോ അങ്ങാടിയിൽ ഇരുന്നൊരു മനുഷ്യൻ അങ്ങ് ദുആ നടത്തുകയാണ്. അല്ലാഹുമ്മ ജഅൽനി മിൻ ഇബാദികൽ ഖലീൽ. അല്ലാഹുവേ അല്ലാഹുവേ, നിന്റെ അടിമകളിൽ നിന്ന് കുറഞ്ഞ സംഘത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ എന്നർത്ഥം വരുന്നതായ അല്ലാഹുമ്മ ജഅൽനി മിൻ ഇബാദികൽ ഖലീൽ എന്ന ദുആ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ സമയത്തതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് കേൾക്കേണ്ട താമസം തന്റെ ഉറയിൽ നിന്ന് വാള് വലിച്ചൂരിയിട്ട് ആ മനുഷ്യനോട് ചോദിക്കാം, മിൻ അയ്ന അതൈത ബിഹാദ ദുആ, ഈ ദുആ നിനക്ക് എവിടെ നിന്നാ കിട്ടിയത്? എന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു ദുആ നടത്തുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. എന്റെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ്, ഒന്നാമ ഖലീഫയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പോലും ഇങ്ങനെ ഒരു ദുആ നടത്തുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. പിന്നെ എങ്ങനാ നിനക്ക് ഈ ദുആ കിട്ടിയത്? എവിടെ നിന്നാ ഈ ദുആ നിനക്ക് കിട്ടിയതെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഊരിപ്പിടിച്ച വാളുമായി ആ മനുഷ്യനോട് ചോദിക്കുമ്പോ ആ മനുഷ്യൻ അവിടെ നിന്ന് ഒരിടങ്ങ് പറഞ്ഞു പോവുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് സൂറത്തു സബയിലെ ഒരു ആയത്താണത്. അതിന്റെ അവസാന ഭാഗം വഖലീലും മിൻ ഇബാദിയ ശകൂർ. അല്ലാഹുവിന്റെ അടിമകൾ അധികം ആളുകളും അല്ലാഹുവിൽ നിന്ന് വിദൂരത്താ. അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കുന്നവരാ അധികം ആളുകളും. തുച്ഛമായ ആളുകൾ മാത്രമാ അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നതെന്ന് അർത്ഥം വരുന്ന മനോഹരമായ ആയത്തങ്ങോട്ട് ഓടിക്കൊടുക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അറിയാതെ സ്വശരീരത്തോടെന്ന് പറഞ്ഞു പോയത്രേ, അല്ലയോ ഉമറേ, കാനന്നാസു അഫ്ഖഹു യാ ഉമർ, ഉമറേ നിന്നേക്കാളും ജനങ്ങൾക്ക് വിവരം വെച്ചുപോയ ഉമറേ എന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയാതെ എന്ന് പറഞ്ഞു പോയി. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് എന്താണെന്നൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ മനുഷ്യൻ പറഞ്ഞത് എത്രയോ അർത്ഥവത്തായ വാക്കാണ്. ഈ മനുഷ്യൻ പറഞ്ഞത് എത്രയോ അർത്ഥവത്തായ വാക്കാണ്. ഒരു മദ്യപാനിയെ വിളിച്ചു നിർത്തിയിട്ട്, ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരുത്തനെ വിളിച്ചു നിർത്തിയിട്ട് അവനെ നിങ്ങളൊന്ന് ഉപദേശിച്ചു നോക്ക്. അവനെന്താ പറയുന്നതെന്നറിയോ? ഞാൻ മാത്രമല്ലല്ലോ ലഹരി ഉപയോഗിക്കുക, ഞാൻ മാത്രമല്ലല്ലോ മദ്യപിക്കുക, ഞാൻ മാത്രമല്ലല്ലോ പലിശ മേടിക്കുക, ഞാൻ മാത്രമല്ലല്ലോ സിസിക്ക് വണ്ടി എടുക്കുക, ഞാൻ മാത്രമല്ലല്ലോ ലോണെടുത്ത് വീട് വെക്കുക, ഞാൻ മാത്രമല്ലല്ലോ ഹറാമ് കാണുക, ഞാൻ മാത്രമല്ലല്ലോ ഹറാമ് കേൾക്കുക. ജനങ്ങളിൽ അധികം ആളുകളും ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു 1400 വർഷങ്ങൾക്കപ്പുറം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ജനങ്ങളെ നിങ്ങൾ ഉപദേശിച്ചു കഴിഞ്ഞാൽ ജനങ്ങളിൽ അധികം ആളുകളും പറയുന്നത് അക്തറുന്നാസി തഫ്അലു ദാലിക ലസ്തു വഹദി, ഞാൻ മാത്രമല്ലല്ലോ ഹറാം കാണുന്നത്, ഞാൻ മാത്രമല്ലല്ലോ ഹറാം കേൾക്കുന്നത്, ഞാൻ മാത്രമല്ലല്ലോ ഹറാം പ്രവർത്തിക്കുന്നത്, ഞാൻ മാത്രമല്ലല്ലോ. ജനങ്ങളിൽ അധികം ആളുകളും ഇതൊക്കെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്ന് ജനങ്ങളിൽ അധികം ആളുകളും പറയുമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു പോയെങ്കിൽ ജനങ്ങളിൽ അധികം ആളുകളും നന്മയിൽ നിന്ന് പിറകോട്ടാണ്. പരിശുദ്ധമായ റമദാനിൽ നമ്മൾ ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് ആ ഒരു ചൈതന്യത്തെ നമ്മൾ നിലനിർത്താൻ പറയുമ്പോ ജനങ്ങളിൽ അധികം ആളുകളും പിറകോട്ടാണ്.
എന്തോ പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞപ്പോ പിന്നെ ദീനുമായൊരു ബന്ധവുമില്ല, പിന്നെ ഈമാനുമായൊരു ബന്ധവുമില്ല. നമ്മുടെ ഹൃദയത്തിൽ പിന്നെ അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പേടിയും വരുന്നില്ല, ദീനുമായൊരു ബന്ധവും നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നില്ല. എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വഖഫ് ഭേദഗതിയില്ലെന്ന് പറഞ്ഞിട്ട് ഒരു നികൃഷ്ടമായ അള്ളാഹുവിന്റെ ശിആറുകളെ കാലത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുന്ന തരത്തിലുള്ള ബില്ല് പാസാക്കിയപ്പോ എത്ര പേരാണ് ഇതിനെ പ്രതികരിക്കാൻ തയ്യാറായത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈമാന്റെ പവർ എത്രയുണ്ട് ഒന്ന് ചിന്തിക്ക്. പരിശുദ്ധമായ റമദാനിൽ ഇത്രമേൽ ഇബാദത്തുകൾ ചെയ്ത് ഈമാൻ ഉണ്ടാക്കിയെടുത്ത നമ്മൾ അള്ളാഹുവിന്റെ അടയാളങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു ബില്ല് പാസാക്കപ്പെടുമ്പോ അതിനെതിരെ പ്രതികരിക്കാൻ എത്ര പേരുണ്ടായിരുന്നു? വെറും വിരലിലെണ്ണാവുന്ന തുച്ഛമായ സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതിനെതിരെ പ്രതികരണം ഉണ്ടായിരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് വഖഫ് എന്ന് പറഞ്ഞാൽ എന്താ സംഗതി എന്ന് ചിലപ്പോൾ നമുക്ക് തിരിഞ്ഞിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, എന്താണ് വഖഫ്? വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ മനുഷ്യന്റെ മുഴുവൻ വിക്രയാദി കാര്യങ്ങളിൽ നിന്നും മാറ്റിയിട്ട് അള്ളാഹുവിലേക്ക് നീക്കപ്പെടുന്ന, അള്ളാഹുവിലേക്ക് ഉടമസ്ഥതയാക്കപ്പെടുന്ന കാര്യത്തിന് പറയുന്ന പേരാണ് വഖഫ്. മനുഷ്യന്റെ അവകാശങ്ങളിൽ നിന്ന് മാറ്റി അള്ളാഹുവിലേക്ക് നീക്കപ്പെടുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത്. ഒരു 5 സെന്റ് ഞാൻ അള്ളാഹുവിന് വേണ്ടി ഈ മണ്ണാർക്കാട് മുസ്ലിം ജമാഅത്തിൽ ഞാൻ വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അവകാശം, ഇതിന്റെ ഉടമസ്ഥത അള്ളാഹുവിലേക്ക് ഞാൻ നീക്കിയിരിക്കുന്നു എന്നതാണ്. അല്ലാതെ സൃഷ്ടികൾക്ക് അതിലൊരു ബാധ്യതയുമില്ല, സൃഷ്ടികൾക്ക് അതിലൊന്നും പറയാൻ പറ്റില്ല എന്നർത്ഥം. അള്ളാഹുവിലേക്ക് അതിന്റെ ഉടമസ്ഥത ഞാൻ നീക്കിയിരിക്കുന്നു എന്ന സാരം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് വെറും ഒരു സംഭാവന പോലെ കാണരുത്, കേവലം ഒരു സഹായം പോലെ കാണരുത്, കേവലം ഒരു സംഭാവന പോലെ, ഒരു ഹദിയ പോലെ, ഒരു ഹിബത്ത് പോലെ കാണേണ്ട ഒന്നല്ല. വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടുന്ന വിഷയമാണ്. അതുകൊണ്ടാണല്ലോ പള്ളി കമ്മിറ്റിയിൽ ആളെ തിരഞ്ഞെടുക്കുമ്പോൾ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകളെ തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ മുസ്ലിമീങ്ങൾ ഇത്രമേൽ പ്രതികരിക്കാനുള്ള കാരണം എന്താ? വഖഫ് ഭേദഗതി ബില്ല് പാസ്സായപ്പോ ഇത്രമേൽ ഓരോ വിശ്വാസികളും ഇങ്ങനെ രക്തത്തിളപ്പുകൊണ്ട് ഇങ്ങനെ പ്രതികരിക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വഖഫ് ബോർഡിൽ ഒരു നിയമം ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം അത് പള്ളിക്ക് വേണ്ടിയുള്ളതാണ്, അത് വഖഫ് ചെയ്ത സ്ഥലം തന്നെയാണ് എന്ന ഒരു നിയമം വഖഫ് ബോർഡിലുണ്ടായിരുന്നു. പക്ഷേ ആ നിയമത്തെ മാറ്റിയിട്ട് വഖഫ് ചെയ്തു എന്ന രേഖ തെളിയിക്കണം, അതായിപ്പോ വേണ്ടത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, 100 വർഷങ്ങൾക്കപ്പുറം, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പള്ളികളിൽ എങ്ങനെയാ വഖഫിന്റെ രേഖ തെളിയിക്കാൻ കഴിയുക? ഇന്നാണല്ലോ ഇത്രമേൽ സുലഭമായ രീതിയിൽ സോഷ്യൽ മീഡിയകളും അതുപോലെ ഇന്റർനെറ്റ് യുഗങ്ങളും വളർന്നു വന്നത്. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നാം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ എങ്ങനെയാ അതിന്റെ രേഖ നമുക്ക് തെളിയിക്കാൻ കഴിയുക? അങ്ങനെ രേഖ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്നതെന്നറിയോ? അത് വഖഫ് ചെയ്ത ഭൂമി അല്ല എന്ന് പരിഗണിക്കും. എന്നിട്ട് അത് സെൻട്രൽ ഗവൺമെന്റ് അത് ഏറ്റെടുക്കും. അള്ളാഹു കാത്തുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് രണ്ടാമത് മറ്റൊരു നിയമം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്താണെന്ന് പഠിച്ചിട്ട്, കലിമത്തു ത്വയ്യിബ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്, അള്ളാഹുവിന്റെ കലിമത്തു ത്വയ്യിബ ഈ ഭൂമഗോള മണ്ഡലങ്ങളിലുള്ള വാചകത്തിൽ ഏറ്റവും നല്ല വാചകമായ കലിമത്തു ത്വയ്യിബ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അചഞ്ചലമായ രീതിയിൽ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറയുക. അങ്ങനെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്താണെന്ന് പഠിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ വഖഫ് ചെയ്തു കഴിഞ്ഞാൽ ആ വഖഫ് സ്വീകാര്യോഗ്യമല്ല. ഒരാൾ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നു, എന്നിട്ട് അവൻ വഖഫിന്റെ ഗുണമെന്താണെന്ന് അവൻ പഠിച്ചു, അള്ളാഹിന് വേണ്ടി വഖഫ് ചെയ്താൽ ഉണ്ടാകുന്ന നേട്ടം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ ഒരു 5 സെന്റ് വസ്തു അവൻ അള്ളാഹിന്റെ പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്തു കഴിഞ്ഞാൽ അത് വഖഫായി പരിഗണിക്കപ്പെടില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? 5 വർഷം മുസ്ലിമായി ജീവിച്ചു എന്ന സർട്ടിഫിക്കറ്റ് തെളിയിക്കണം. അതായത് ജാതി സർട്ടിഫിക്കറ്റ് തെളിയിക്കണമെന്ന് സാരം. എന്തൊരു വിരോധാഭാസം!
ഞാനും നിങ്ങളും നടന്നുന്ന 20 കോടിയിലധികം വരുന്ന മുസൽമാന്റെ അവകാശത്തെ ഹനിക്കപ്പെടുകയാണ് ഇവിടെ. എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല? പുതിയ ബില്ലിന്റെ 40ഓളം പരിഷ്കാരങ്ങൾ അത് മതവിരുദ്ധമാണ് എന്ന് പല സംഘടനകളും പല മുസ്ലിം നേതാക്കളും പല എംപിമാരും പല നിയമ വിദഗ്ധരും ഒക്കെ അവരോട് അഭിപ്രായപ്പെട്ടെങ്കിലും അവരെയൊക്കെയും നോക്കുകുത്തികളാക്കി നിർത്തിയിട്ട് ആ ബില്ല് പാസ്സാക്കുകയാണ് ചെയ്തത്. വളരെ വേദനയോടുകൂടി ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ സഹോദരങ്ങളെ, ഇനി ഈ മണ്ണാർക്കാട് മുസ്ലിം ജമാഅത്തിൽ ഒരാൾ വന്നിട്ട് പറയാണ്, എന്റെ പിതാവിന്റെ 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 കാലഘട്ടത്തിൽ ഒരു 100 വർഷങ്ങൾക്കപ്പുറം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇന്നയാളുടെ അധീനതയിലായിരുന്നു ഈ വസ്തു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവിടെ കൈ കണ്ടു, കാല് കണ്ടു, നാക്ക് കണ്ടു, മൂക്ക് കണ്ടു എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വന്നിരിക്കട്ടെ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തർക്കഭൂമിയായി മാറുകയാണ്. പിന്നെ ഇത്രയും നാൾ വഖഫ് ബോർഡാണ് അത് ഏറ്റെടുത്തിരുന്നത്. പക്ഷേ ഇനി വഖഫ് ബോർഡിലെ ചെയർമാനിക്കോ വഖഫ് ബോർഡിലെ പ്രസിഡന്റിനോ വഖഫ് ബോർഡിലെ സെക്രട്ടറിക്കോ വഖഫ് ബോർഡിലെ മറ്റേതെങ്കിലും ആളുകൾക്കോ അത് ഏറ്റെടുക്കാൻ കഴിയില്ല. പിന്നെ ആരാ ഇത് ഏറ്റെടുക്കുന്നത്? ജില്ലാ കളക്ടറിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ മാറ്റിയാൽ പിന്നെന്താ സംഭവിക്കാൻ പോകുന്നത്? തർക്കഭൂമിയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തെളിയിക്കുന്നത് വരെ, അത് മുസ്ലിമീങ്ങൾക്കുള്ളതാണ് എന്ന് തെളിയിക്കുന്ന സമയം വരെ ആ പള്ളികൾ പിന്നെ ബാങ്കിന്റെ തൊഴിലുണ്ടാവില്ല. ആ പള്ളികൾ പിന്നെ ജമാഅത്തുകൾ നടത്തപ്പെടുകയില്ല. ആ പള്ളികൾ പിന്നെ നിസ്കാരങ്ങളില്ല. ആ പള്ളികൾ നമ്മുടെ പിതാവോ നമ്മുടെ മാതാവോ നമ്മുടെ ഭാര്യമാരോ നമ്മുടെ കൂട്ടുകുടുംബാദികളോ മരണപ്പെട്ടു പോയാൽ ആ പള്ളിയിൽ കൊണ്ടുവന്ന് മയ്യത്ത് നമസ്കരിക്കാൻ പറ്റൂല. ആ മയ്യത്ത് കബറടക്കാൻ പള്ളിയിൽ പറ്റൂല. അള്ളാഹു കാക്കുമാറാകട്ടെ, നിക്കാഹ് നടത്താൻ കഴിയില്ല. ആ പള്ളി പിന്നെ സീൽ വെക്കപ്പെടാൻ കൂട്ടപ്പെടുകയാണ്. പിന്നെ നമുക്കറിയില്ല പിന്നെ എന്താ സംഭവിക്കാൻ പോണേ? വർഷങ്ങളോളം പിന്നെ കേസുകൾ നടത്തും. വർഷങ്ങളോളം കേസുകൾ നടത്തിയാൽ പിന്നെ അതിന്റെ അവസാന ഘട്ടം എന്താണെന്ന് ഞാൻ പറയാതെ നമുക്ക് തിരിയും. അള്ളാഹു പഠിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ഒരു സമയത്ത് നമുക്ക് എന്താ ചെയ്യാൻ കഴിയില്ല? ഞാൻ നിങ്ങളോട് ആരോട് പറയില്ല, അതിക്രമമായി നമുക്കൊന്നും വേണ്ട. അങ്ങനെ പരിശുദ്ധമായ ദീൻ ഇസ്ലാം പഠിപ്പിക്കുന്നുമില്ല. അതിക്രമമായ അക്രമമായ അന്യവന്റെ മുതല് സമ്പാദിക്കണമെന്ന് പരിശുദ്ധമായ ദീൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതിന് വളരെയേറെ ശിക്ഷയാണെന്ന് അള്ളാഹു പഠിപ്പിച്ചിരുന്ന മാർഗം. എന്തിനേറെ ഒരു നമ്മുടെ സഹോദരൻ, ആ മുസ്ലിം അവിടെ നിൽക്കട്ടെ, ഗവൺമെന്റിന്റെ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മുടെ സഹോദരൻ, മുസ്ലിമായ സഹോദരന്റെ ഒരു വസ്ത്രം അവന്റെ അനുവാദമില്ലാതെ അക്രമമായി അതെടുത്ത് ധരിച്ചുകൊണ്ട് പള്ളിയിൽ വന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരം ശരിയാകുമെങ്കിലും കൂലി നഷ്ടപ്പെട്ടു പോകുമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. നമ്മുടെ സഹോദരന്റെ വസ്തു അക്രമമായി പിടിച്ചെടുത്തു, അവിടെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുമെങ്കിലും കൂലി നഷ്ടപ്പെട്ടു പോകുമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് അക്രമമായ ആരുടെയും അവകാശം നമുക്ക് വേണ്ട. പക്ഷേ നമുക്കുള്ള അവകാശം നമുക്ക് കിട്ടിയെടുക്കും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിനു വേണ്ടിയിട്ട് ജനാധിപത്യമായിട്ട് എന്തൊക്കെ പ്രതികരണങ്ങൾ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമ്മൾ ചെയ്യുക. പക്ഷെ നമുക്ക് സമാധാനിക്കാനൊരു മാർഗമുണ്ട്. എന്റെ കാരണം എന്നറിയോ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ സമൂദ് ഗോത്രം പോലെ, ആദ് ഗോത്രം പോലെ, അതുപോലെ രാംസസ് രണ്ടാമനെന്നറിയപ്പെടുന്ന ഫറോവയെ പോലുള്ള ഒരുപാട് ധിക്കാരികൾ, ഒരുപാട് ചിത്രശക്തികൾ പരിശുദ്ധമായ ദീൻ ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. പക്ഷേ അവിടേക്കും അല്ലാഹു ചെയ്തതെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലദീന തഗൗ ഫിൽ ബിലാദ് ഫഅക്സറൂ ഫീഹൽ ഫസാദ്. അവർ വല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോ, അവർ വല്ലാതെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമ്പോ, ആളുകളെ തമ്മിൽ തെറ്റിക്കുമ്പോ, ഐക്യത്തോടെ ജീവിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ടോ അക്രമമായവരോട് പെരുമാറുമ്പോ അല്ലാഹു പറയാതെ റബ്ബുക സൗത
അല്ലാഹു